ഹായ്. വെക്കേഷനായിട്ട് കൊച്ചുങ്ങളെ എങ്ങും കൊണ്ടുപോയില്ല എന്ന് ഭയങ്കര പരാതി. അപ്പോൾ കൂട്ടത്തിൽ ഞാനും പറഞ്ഞു പരാതി. കൊച്ചുങ്ങളെ എങ്ങും കൊണ്ടുപോയില്ലല്ലോ വെക്കേഷനായിട്ടെന്നൊക്കെ. പിന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു എന്നാൽ വാ നമുക്ക് ഇന്നൊന്ന് പോകാമെന്ന് പറഞ്ഞു. കേട്ട പതി കേൾക്കാത്ത പതി ഞങ്ങൾ വെട്ടും കിടക്കി എടുത്ത് അപ്പം ഇറങ്ങി. 4 മണിക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ 5 കാലമായി. ആ സമയത്താണ് ഭയങ്കര ബ്ലോക്കും. ഡേവിഡ് കുട്ടനാണെങ്കിൽ ഉച്ചയായപ്പോൾ ഒന്ന് ഛർദ്ദിച്ചു. കൊച്ച് ഫുഡ് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞപ്പോൾ കൊച്ചാകെ ശോകമൂടായി. കൊച്ചിന് അതുകൊണ്ട് ഭയങ്കര ഉഷാറില്ലായിരുന്നു. പിന്നെ പോണ വഴി നമുക്ക് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡേവിഡ് കുട്ടന് ഉഷാറായേ. പോകുമ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ. ചെന്ന് കഴിയുമ്പോൾ പുള്ളി വേറെ ആളാണ്. പാർക്കിലേക്കാണെന്ന് പറഞ്ഞാൽ തീർന്ന് പിന്നെ ഇവർ 3 പേരും ഉണ്ടായിരുന്നു. ഡാമിക്കുട്ടനും ഡേവിഡ് കുട്ടനും മിന്നും ഉണ്ടായിരുന്നു. അപ്പം 3 പേർക്കും കൂടെ ഉണ്ടാകുമ്പോൾ തല്ലുപിടുത്തം നടക്കും, കളിയും നടക്കും. അവിടെ 20 രൂപയായിരുന്നു തോന്നുന്നു എൻട്രി ഫീ. പിള്ളേർക്ക് 10ഉം വലിയവർക്ക് 20ഉം. പക്ഷേ എങ്കിൽ എനിക്ക് സുഭാഷ് പാർക്കാട്ടോ ഇഷ്ടമായത്. ഞാൻ വിചാരിച്ചു ചിൽഡ്രൻസ് പാർക്കിൽ എൻട്രി ഫീ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും എന്നോർത്ത് കയറിയത്. പക്ഷേ ഇതിനേക്കാളും നല്ലത് എനിക്ക് സുഭാഷ് പാർക്കായിട്ടാണ് തോന്നി. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ ഓരോരുത്തരും കയറണമെങ്കിൽ 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേർക്ക് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരു ചെറിയ കുളം പോലെയൊക്കെ ഉണ്ട്. അവിടെ ബോട്ടിങ് എന്തോ 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. 5 മിനിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇച്ചിരിയുള്ള കുളം. അതൊന്ന് കറങ്ങി ഇങ്ങ് പോരും, അത്രേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് സമയം കഴിഞ്ഞായിരുന്നു. അവിടെ 6 മണി വരെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാലരമ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. കുറച്ച് സ്ഥലം. അവിടെ കുട്ടൂസൻ ചേട്ടനും ഡാഗിരി ചേച്ചിയും ലുട്ടാപ്പിയും സൂത്രനും ഷേരും രാജുവും രാധയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെ ഇരുന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കുക ഫോട്ടോസിന്. പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ. തോളത്ത് കൈയിട്ടും മടിയിലൊക്കെ ഇരുന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല രസമാട്ടോ അവിടുത്തെ വ്യൂ കാണാൻ. തൊട്ട് ഇപ്പുറത്തൂടെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ പിള്ളേർക്ക് ഓടിക്കളിക്കാനും. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴേക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണത്. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ വലിയ തിരക്കെന്ന് പറയാനില്ല. എന്നാലും ആളില്ലെന്നല്ല, കുറച്ച് പേര് അത്രേ ഉണ്ടായുള്ളൂ. അവിടേക്ക് നിന്ന് എല്ലായിടത്തും ഓടി നടന്ന് പിള്ളേർ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് പേര് അവിടേക്ക് ഇരിപ്പുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അപ്പറേ ഇങ്ങനെ ബാക്ക് വേ ആയിട്ട് ആൾക്കാർ നടന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ടിൻചേട്ടൻ എത്തിയത്. ടിൻചേട്ടന് എങ്ങും വണ്ടി ഇടാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ എന്താ ബോട്ട് ചെട്ടിയുടെ അവിടെയായിരുന്നു വണ്ടി ഇട്ടേച്ചത്. ഓക്കെ. കുറേ നേരം പിന്നെ ട്രെയിനിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഒരു റൗണ്ട് ഇങ്ങനെ വെറുതെ കറങ്ങി വരാം. ഒരു രസം, പിള്ളേർക്കൊരു രസമുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. 8:40 തുടരും മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കവിതയിൽ. അപ്പം അതുകൊണ്ട് ആ സമയം കുളിച്ച് ഞങ്ങൾ ഇറങ്ങി. 8 മണിയായപ്പോൾ ഇറങ്ങിയായിരുന്നു. വെക്കേഷനായിട്ട് എങ്ങും പോയില്ലെന്നുള്ള പരാതി തീർന്നു കൊച്ചിക്കട. അപ്പം അത്രയൊക്കെയുള്ള ഞങ്ങളുടെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.